ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫ്ലോപ്പായിപ്പോയ ഒരു ജിലേബിയുടെ കഥയാണ്. അപ്പം ഞാൻ റെസിപ്പി ഇപ്പോൾ ഷെയർ ചെയ്യാം. ഇവിടെ ഞാൻ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. ഞാൻ വെള്ളം ചേർത്തു. എന്നിട്ട് ഞാനിവിടെ മാവ് കുറച്ചുകൂടി തിക്കാവാൻ വേണ്ടി ഇവിടെ മാവ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും തിക്കാവുന്നില്ല. വീണ്ടും മാവ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് തിക്കാവാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ലേശം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു നാച്ചുറൽ കളർ എടുത്താലോ എന്ന്. അപ്പം ഞാൻ ചെമ്പരത്തിപ്പൂവ് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചത് അത് അരിപ്പയിലൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇളക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കളർ കിട്ടുമെന്ന്. പക്ഷേ ലാസ്റ്റ് അത് കളറൊന്നും കിട്ടിയൊന്നുമില്ല. അതെല്ലാം എൻ്റെ ഒരു എക്സ്പീരിമെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ പൈപ്പിംഗ് ബാഗിലാണ് മാവിട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇപ്പോഴും ആ മാവ് ശരിക്കും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഭയങ്കര ലൂസായിപ്പോയി. അത് ഇച്ചിരി കട്ടിക്കായിരുന്നു എടുക്കേണ്ടത്. കട്ടി കൂട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് റൈസ് ഫ്ലോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കളർ ഫെയിലായ സ്ഥിതിക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടി അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാക്റ്റ് ജിലേബിയുടെ ഷേപ്പിലൊന്നും അല്ല ഞാൻ വരച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് റൗണ്ട് ചുറ്റിയിട്ട് എടുക്കുകയാണ്. ചിലത് ഏകദേശം ജിലേബിയുടെ ഒരു ഷേപ്പ് പോലെ തോന്നിക്കും. പഞ്ചസാരലാനിയുടെ കണക്ക് 100 പരുവമാണ്. ഇതിലേക്ക് ഞാൻ സ്വല്പം നാരങ്ങ പിഴിഞ്ഞതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലോപ്പായി പോയ ജിലേബി. ഇവിടെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഞാൻ ഉഴുന്ന് മിക്സിയിൽ അരച്ചപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഉഴുന്നിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. സോ അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആരും ഇങ്ങനെ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്യാതെ അരച്ചെടുക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.